ഈ ഇരിക്കുന്ന ഐ സിയാണ് നമ്മൾ എന്ത് വരുന്നത്, പ്രൊസസ്സർ ഐ സി ആയിട്ട് വരുന്നത്. ഡാറ്റാസിന് മൊത്തം പ്രോസസ് ചെയ്യുന്ന ഐ സി. ഈ ഇരിക്കുന്ന ഐ സിയാണ് നമ്മളെ EEPROM ഐ സി. EEPROM ഐ സിയിൽ എന്ത് ചെയ്യുക, ഡാറ്റാസ് മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലേ. എല്ലാ ബോർഡിലും നമുക്ക് എന്തുണ്ടാവും, EEPROM ഐ സി സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ഈ ബോർഡിൽ നമുക്ക് എന്ത് ഉണ്ടാവില്ല, EEPROM ഐ സി എന്ന് പറഞ്ഞ ഐ സി സെപ്പറേറ്റ് കാണാൻ പറ്റില്ല. പോയി പ്രോസസ്സറിൻ്റെ ഉള്ളിൽ ഇൻബിൽഡ് ആണ് നമുക്ക് എന്ത് വരുന്നത്, EEPROM ഐ സി. ഫ്ലാഷ് ചിപ്പ്, EEPROM ഐ സി, പ്രോസസ്സർ, ഇത് മൂന്നും കൂടി ഒന്നിച്ച് വന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ട്രൈക്കോർ പ്രോസസ്സർ എന്ന് വിളിക്കും. ഇതിന്റെ മേലെ എന്തുണ്ട്, ട്രൈക്കോർ എന്ന് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഐ സി എന്താണ്, നമുക്ക് വർക്കിംഗ് ആണ്. ബോർഡിൽ നിന്നും ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ട്. കോപ്പി ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, റീഡിംഗ് ആണ്. ഈ റീഡിങ് ചെയ്തു പുതിയതിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻജക്ടർ കോഡിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ. ഈ വലിയ ഐ സിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്, പ്രൊസസ്സർ ഐ സി അല്ലേ. ഇതാണ് നമ്മളെ പ്രൊസസ്സർ ഐ സി വരുന്നത്. ഈ മെയിൻ ഡ്രില്ലർ കൺട്രോൾ ചെയ്യുന്ന ഐ സി ആണ് നമ്മൾ എന്ത് വരുന്നത്, പവർ ഐ സി ആയിട്ട് വരുന്നത്. ആക്ച്വേറ്റേഴ്സ്, ഫ്യൂൽ പമ്പ്, റേഡിയേറ്റർ ഫാൻ തുടങ്ങിയ കൺട്രോൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, നമ്മൾ സിസ്റ്റം ഐ സി അറിയാം. ഈ ഇരിക്കുന്ന ഐ സി ആണ് നമ്മൾ എന്ത് വരുന്നത്, ഇൻജക്ടർ ഡ്രൈവർ ഐ സി ആയിട്ട് വരുന്നത്. Smart Automotive Training Center, Edappal, Malappuram, Kerala. For more details, contact 8086610685.